ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ മൂന്നാമത്തെ ആയത്ത്. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. കാണാനാവാത്തതിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണവർ. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. الذين يؤمنون بالغيب ويقيمون الصلاة. അവിടെ നമ്മൾ നിർത്തുന്നുണ്ടെങ്കിൽ സ്വലാത്ത് എന്ന് പറഞ്ഞല്ല നിർത്തുക, സ്വലാഹ് എന്ന ശബ്ദമാണ് ഉണ്ടാവേണ്ടത്. ഹ എന്നാണ് ആ നിർത്തുമ്പോൾ ശബ്ദം ഉണ്ടാവേണ്ടത്. പലപ്പോഴും ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ഖദ് ഖാമത്തി സ്വലാഹ് എന്നാണ് പറയേണ്ടത്, ഹയ്യ അല സ്വലാഹ് എന്നാണ്, ത് എന്നല്ല. യുഖീമൂന സ്വലാഹ് വമിമ്മ, അവിടെ മീമിന് ശബ്ദമുണ്ട്, മണിക്കുക. റസഖ്നാഹും, റസഖ് എന്ന് മുഴങ്ങണം, കലക്കല. യൂൻഫിഖൂൻ, അവിടെ അങ്ങനെ മണിച്ചുകൊണ്ട്, ഇഖ്ഫ ആണ്, മണിച്ച് മറച്ച് പിടിച്ചാണ് ഓതേണ്ടത്. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. കാണാനാവാത്തതിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണവർ. മുത്തക്കികളുടെ ഒന്നാമത്തെ സവിശേഷതയായി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അവർ കാണാനാവാത്തതിൽ വിശ്വസിക്കുന്നവരാണെന്നാണ്. കാണാനാവാത്തത് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഗൈബ് എന്ന പദത്തെയാണ്. ഖുർആനിൽ 48 ആയത്തുകളിലായി 49 തവണ ആവർത്തിച്ച പദമാണിത്. 2 രൂപത്തിൽ ഈ പദം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ അസാന്നിധ്യത്തെയോ അറിവില്ലായ്മയെയോ കുറിക്കുന്ന രീതിയിൽ ആപേക്ഷികമായ അർത്ഥത്തിലാണ് ഒന്ന്. അസാന്നിധ്യത്തെ കുറിക്കാൻ വേണ്ടി ഗൈബ് എന്ന് പ്രയോഗിക്കുന്ന 2 വചനങ്ങളാണ് ഉള്ളത്. 12-ാം അധ്യായത്തിലെ 52-ാമത് വചനവും 4-ാം അധ്യായത്തിലെ 34-ാമത് വചനവും. പ്രവാചകന് അറിയാതിരുന്നത് എന്ന അർത്ഥത്തിലുള്ള പ്രയോഗങ്ങളും കാണാം. 11-ാം അധ്യായം 49-ാമത് സൂക്തം, 12-ാം അധ്യായം 102-ാമത് സൂക്തം. ഇവയെല്ലാം ആപേക്ഷികമായ ഗൈബുകളാണ്. ഒരാൾ അറിയാത്തതും കാണാൻ കഴിയാത്തതും അയാൾക്ക് ഗൈബായിരിക്കും. അത് മറ്റൊരാൾക്ക് അറിയുന്നതും കാണാൻ കഴിയുന്നതുമാകാം. മനുഷ്യർക്കറിയാത്ത ചില കാര്യങ്ങൾ മലക്കുകളെപ്പോലെയുള്ള അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികൾക്ക് അറിയാൻ കഴിയുന്നതാവാം. ഇത്തരം കാര്യങ്ങളെ ആപേക്ഷികമായ ഗൈബ് എന്നാണ് വിളിക്കുക. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കേവലമായ ഗൈബ്. പടച്ചവന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണവ. അഭൗതിക ലോകത്തെക്കുറിച്ച് കൃത്യമായ അറിവാണിത്. അതേക്കുറിച്ച് പ്രതിപാദിക്കാനാണ് ഖുർആനിൽ ഏറ്റവും അധികം തവണ ഗൈബ് എന്നുപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണം, 6-ാമത്തെ അധ്യായം 59-ാമത് വചനം, 10-ാമത്തെ അധ്യായത്തിൽ 20-ാമത് വചനം, 7-ാമത് അധ്യായത്തിൽ 28-ാമത് വചനം. അള്ളാഹുവിനെക്കുറിച്ച് ഭൗതിക ലോകത്തെയും അഭൗതിക ലോകത്തെയും കുറിച്ച് കൃത്യമായി അറിയുന്നവൻ എന്ന അർത്ഥത്തിൽ ആലിമുൽ ഗൈബി വശഹാദ എന്ന് പലതവണ പ്രയോഗിക്കുന്നുണ്ട്. 6-ാം അധ്യായം 73-ാം വചനം, 9-ാം അധ്യായം 94-ാം വചനം, 9-ാം അധ്യായം 105-ാം വചനം, 13-ാം അധ്യായം 9-ാം വചനം, 23-ാം അധ്യായം 92-ാമത് വചനം, 32-ാമത് അധ്യായത്തിൽ 6-ാം വചനം, 59-ാമത് അധ്യായത്തിൽ 22-ാം വചനം, 62-ാമത് അധ്യായത്തിൽ 8-ാം വചനം, 64-ാമത് അധ്യായത്തിൽ 18-ാമത് വചനം. അവന് മാത്രമറിയാവുന്ന അഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലവ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവദൂതന്മാർക്ക് അറിയിച്ചു കൊടുക്കാറുണ്ടെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിലെ 179-ാമത് വചനവും 72-ാം അധ്യായത്തിലെ 28-ാമത് വചനവും. അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത അഭൗതിക കാര്യങ്ങളൊന്നും
മുഹമ്മദ് നബിക്ക് പോലും അറിയില്ലെന്നും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിലെ 50-ാം വചനം, 10-ാം അധ്യായത്തിലെ 20-ാം വചനം, 7-ാം അധ്യായത്തിലെ 188-ാമത് വചനം. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന അഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പ്രവാചകനിലൂടെ അറിയിച്ചു തന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നതാണ് മുത്തഖിയുടെ ഒന്നാമത്തെ സവിശേഷത. ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ടത് മാത്രമേ സത്യമാവൂ എന്ന ശാസ്ത്രമാത്രാവാദത്തിൻ്റെ കണ്ണടയുമായി ഖുർആനിനെ സമീപിച്ചാൽ അവർക്കത് ഹിദായത്ത് നൽകിക്കൊള്ളണമെന്നില്ല. കാരുണ്യം, സ്നേഹം, ആർദ്രത, വെറുപ്പ്, ആസ്വാദനം, കോപം, സന്തോഷം, ദുഃഖം തുടങ്ങിയ വികാരങ്ങളെയൊന്നും ശാസ്ത്രീയമായി മാത്രം മനസ്സിലാക്കാനാവില്ല എന്നതിനാൽ ശാസ്ത്രമാത്രവാദം സ്വയമേ തന്നെ അശാസ്ത്രീയമാണ് എന്ന് ശാസ്ത്രലോകത്തുള്ളവർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഖുർആനിലൂടെയുള്ള പൂർണ്ണമായ മാർഗദർശനം ഇന്ദ്രിയാനുഭവങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അഥവാ ഗൈബിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. നേർക്കുനേരെ അനുഭവവേദ്യമാകാത്ത കാര്യങ്ങൾ സത്യമാണെന്ന് കരുതുന്നതാണല്ലോ വിശ്വാസം. അനുഭവങ്ങൾക്ക് പുറത്തുള്ളത് യാഥാർത്ഥ്യമാണെന്ന് കരുതുന്നത് അന്ധവിശ്വാസമല്ലേ എന്ന് കരുതുന്നവരുണ്ടാവാം. അവരോടുകൂടിയാണ് അതാണ് സംശയരഹിതമായ ഗ്രന്ഥം എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചത്. ഖുർആൻ ദൈവികമാണോ എന്ന പരിശോധനയ്ക്ക് സത്യാന്വേഷിയുടെ കയ്യിലുള്ള വിജ്ഞാനീയങ്ങളെയെല്ലാം ഉപയോഗിക്കാം. ഇന്ദ്രിയജ്ഞാനം ഉപയോഗിച്ച് നടത്തുന്ന ഈ അന്വേഷണം ആത്മാർത്ഥമാണെങ്കിൽ ഖുർആനിൻ്റെ ദൈവികത ബോധ്യപ്പെടാതിരിക്കില്ല. അതാണ് ആ ഗ്രന്ഥം എന്ന് സംശയാതീതമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ മാർഗദർശകമായി അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിനകത്തുള്ള ഇന്ദ്രിയാതീതമായ അറിവുകളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാനാവില്ല. അങ്ങനെ അപഗ്രഥിച്ച ശേഷം മാത്രമേ അവയെ അംഗീകരിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നവർക്ക് ഖുർആൻ മാർഗദർശകമാവുകയുമില്ല. ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസത്തെ സൂചിപ്പിച്ചുകൊണ്ട് മാത്രമുള്ളതാണ് ഖുർആനിലെ ബിൽ ഗൈബി എന്ന പ്രയോഗം. 9 തവണയാണ് ഖുർആനിൽ ബിൽ ഗൈബി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. 2-ാം അധ്യായത്തിലെ 3-ാം വാചകത്തിൽ, 19-ാം അധ്യായത്തിലെ 6-ൽ, 21-ാം അധ്യായത്തിലെ 49-ൽ, 35-ാം അധ്യായത്തിലെ 18-ൽ, 36-ാം അധ്യായത്തിലെ 11-ൽ, 50-ാം അധ്യായത്തിലെ 33-ൽ, 57-ാം അധ്യായത്തിലെ 25-ൽ, 67-ാം അധ്യായത്തിലെ 12-ാം വാചകത്തിൽ. എല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ കഴിയാത്തതിലുള്ള ദാസന്റെ വിശ്വാസത്തെ കുറിക്കുവാൻ തന്നെയുള്ളതാണ്. അഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുന്നവർ ലോകത്തെ കാണുന്നത് തന്നെ പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാവുകയില്ല. എല്ലാവരിൽ നിന്നും മറഞ്ഞു നിൽക്കുകയെന്ന സ്വകാര്യത അവൻ്റെ ലോകത്തില്ല. തന്നെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, തൻ്റെ മനസ്സറിയാവുന്ന അല്ലാഹു, തൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ, തന്നെ വഴിതെറ്റിക്കാനായി കെണികൾ മെനിയുന്ന പിശാചുക്കൾ, തന്നെ സൂക്ഷിക്കുവാനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ട മലക്കുകൾ, തൻ്റെ ചെയ്തികൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുന്ന മരണാനന്തര ജീവിതം, ഇവയൊന്നും അവന് കേവലം സങ്കല്പങ്ങളല്ല, ആരോ പറഞ്ഞുകൊടുത്ത കഥകളുമല്ല. അൽ കിതാബ് തന്ന കണ്ണുകൊണ്ട് നോക്കുമ്പോൾ താൻ അകം കൊണ്ട് അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളാണ് അവൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത്. മറ്റുള്ളവർ കാണാത്ത പലതും തൻ്റെ അകം കൊണ്ട് അവൻ കാണുന്നുണ്ട്. അവയാണ് അവൻ്റെ വർത്തനങ്ങളെ സ്വാധീനിക്കുന്നത്. അവനെ സൂക്ഷ്മാലുവാക്കുന്നതും അവ തന്നെ. മുത്തക്കികളുടെ 2-ാമത്തെ സവിശേഷതയായി ഈ വചനം പറയുന്നത് അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്നാണ്. നമസ്കാരം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സ്വലാത്ത് എന്ന പദത്തെയാണ്. ബന്ധം അല്ലെങ്കിൽ സമ്പർക്കം എന്നർത്ഥമുള്ള സിലത്ത് എന്ന പദത്തിൽ നിന്നാണ് സ്വലാത്തിൻ്റെ നിഷ്പത്തി. ദാസനും നാഥനും തമ്മിലുള്ള സമ്പർക്കവേദിയാണ് സ്വലാത്ത്. തന്നെ കാണുകയും തന്നെക്കുറിച്ച് കൃത്യമായി അറിയുകയും ചെയ്യുന്ന തൻ്റെ നാഥനോട് ഏത് സമയത്തും എവിടെ വെച്ചും ദാസന് എന്തും ചോദിക്കാം. ആ ചോദ്യങ്ങളെല്ലാം കേവലം പ്രാർത്ഥനകളാണ്. സ്വലാത്ത് അങ്ങനെയല്ല. നാഥൻ നിശ്ചയിച്ച സമയത്ത്, അവൻ നിഷ്കർഷിച്ച രീതിയിൽ, അവൻ നിർദ്ദേശിച്ച വസ്ത്രമര്യാദകൾ സ്വീകരിച്ച്, അവൻ പഠിപ്പിച്ച രൂപത്തിൽ ശരീരം ശുദ്ധീകരിച്ച്, അവൻ പറഞ്ഞ സ്ഥലത്ത് വെച്ച് അവനുമായി നടത്തുന്ന സംഭാഷണമാണത്. രാജാതിരാജൻ്റെ സന്നിധിയിലേക്കുള്ള ദാസന്റെ യാത്രയാണ് സ്വലാത്ത് എന്ന് പറയാം. ദിവസേന 5 നേരം നിർബന്ധമായും
ദാസൻ ആ യാത്ര നടത്തിയിരിക്കണം. രാജാതിരാജന്റെ ദർബാറിലേക്ക് പിന്നെയും പലതവണ ദാസന് യാത്ര ചെയ്യാം. നാഥനുമായി സമ്പർക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം ദർബാറിലേക്ക് ദാസന് പ്രവേശനമുണ്ട്. നിരോധിക്കപ്പെട്ട സമയത്തും സ്ഥലത്തുമാകരുതെന്ന നിബന്ധന മാത്രമേയുള്ളൂ. നാഥനുമായി അവിടെ വെച്ച് അവൻ നടത്തുന്നത് സ്വകാര്യ സംഭാഷണമാണ്. വിശ്വാസി തൻ്റെ നാഥനുമായി നടത്തുന്ന സ്വകാര്യ സംഭാഷണമാണ് സ്വലാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി നിവേദനം ചെയ്തിട്ടുണ്ട്. ഓരോ നമസ്കാരങ്ങളിലും നടത്തുന്ന സ്വകാര്യ സംഭാഷണം വഴി തൻ്റെ നാഥനുമായുള്ള ബന്ധം ദൃഢീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മുത്തക്കി ചെയ്യുന്നത്. സ്വലാത്തിലൂടെ ദാസൻ തൻ്റെ നാഥനുമായി സുലത്തിലാകുന്നുവെന്ന് അഥവാ സമ്പർക്കത്തിലാകുന്നുവെന്ന് പറയാം. അഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുന്ന മുത്തക്കിക്കല്ലാതെ മറ്റാർക്കും ഈ സമ്പർക്ക സംഭാഷണം ആസ്വദിക്കുവാൻ കഴിയില്ല. മുത്തക്കികൾ നമസ്കരിക്കുന്നവരാണെന്നല്ല, നമസ്കാരം നിലനിർത്തുന്നവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന വസ്തുത ശ്രദ്ധേയമാണ്. ഖാഫ് വ മീം ത്രയാക്ഷരങ്ങളിൽ നിന്നുണ്ടായ ഇഖാമത്തിനർത്ഥം നേരെ നിൽക്കുക എന്നാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഖുർആനിക കൽപ്പനകളിലെല്ലാം നമസ്കരിക്കാനല്ല, നമസ്കാരം നിലനിർത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യഥാരൂപത്തിൽ കൃത്യമായി ഒരു കാര്യം ചെയ്യുന്നതിനാണ് ഇഖാമത്ത് എന്ന് പറയുക. 5 നേരത്തെ നിർബന്ധ നമസ്കാരത്തിനാണ് മുസ്ലിം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായി നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് ഒരാൾ നമസ്കാരം നിലനിർത്തിയയാളായി തീരുന്നത്. അങ്ങനെ നിലനിർത്തുന്നത് വഴി ദാസൻ രക്ഷിതാവുമായുള്ള ബന്ധത്തിൽ തന്നെ ദിവസം മുഴുവൻ തുടരുകയാണ് ചെയ്യുന്നത്. പ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ആരംഭിക്കുന്നതാണ് അവൻ്റെ നമസ്കാരം. പ്രഭാതത്തിൽ തുടങ്ങി ഉറങ്ങുന്നതിന് മുമ്പ് ദിവസത്തിൻ്റെ 5 സന്ധികളിലായി നാഥനുമായുള്ള ബന്ധം ദൃഢീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിർബന്ധ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നയാൾ ചെയ്യുന്നത്. നമസ്കാരത്തിലൂടെ താനും നാഥനും തമ്മിലുള്ള ബന്ധം ദൃഢീകരിച്ചു കൊണ്ടിരിക്കുന്ന മുത്തക്കി എപ്പോഴും ജീവിക്കുക, അവനെ അറിയുകയും കാണുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കും. പ്രസ്തുത അനുഭവം അയാളെ തിന്മകളിൽ നിന്ന് അകറ്റും. ഗൈബിൽ വിശ്വസിക്കുന്ന മുത്തക്കിയെ അയാളുടെ നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും തടയുന്നു. 29-ാം അധ്യായത്തിൽ 45-ാം വചനത്തിൽ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 5 നേരമുള്ള നമസ്കാരത്തിലൂടെ അള്ളാഹുവുമായി ദൃഢമായ ബന്ധം സ്ഥാപിക്കുന്ന ഒരാൾ അവനെ ശരിക്കും അറിയുകയും അവൻ എൻ്റെ സാമീപ്യം അനുഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും തിന്മകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നു നിൽക്കും. യഥാർത്ഥത്തിലുള്ള മുത്തക്കിയുടെയും അല്ലാത്തയാളുടെയും നമസ്കാരത്തെക്കുറിച്ചാണ് ഒരേ വരിയിൽ നിൽക്കുന്ന 2 പേരുടെ നമസ്കാരങ്ങൾ തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകാമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ തൻ്റെ അൽ വാബിൽ അസ്സയ്യിബ് മിനൽ കലിമത്ത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്ന നമസ്കാരത്തിൽ മുത്തക്കയുടെ മനസ്സ് അത്യുന്നതങ്ങളിൽ പടച്ചവൻ്റെ സന്നിധിയിലായിരിക്കും. വേണ്ടത്ര തക്കുവയില്ലാത്ത ആളുടേതാവട്ടെ മനസ്സ് ഭൂമിയിലെ വർത്തനങ്ങളിൽ തന്നെ കെട്ടിയിട്ടിരിക്കുകയാവും ചെയ്യുക. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരാണ് മുത്തക്കികളെന്ന അള്ളാഹുവിൻ്റെ പ്രസ്താവനയിൽ നിന്ന് അവരുടെ 3ാമത്തെ സവിശേഷത വ്യക്തമാക്കുന്നുണ്ട്. ധനത്തെക്കുറിച്ച ഖുർആനിക സങ്കല്പത്തിൻ്റെ പ്രകാശനമാണ് ഈ വചനാന്ത്യം. തൻ്റെ കയ്യിലുള്ള സമ്പത്ത് ആരുടേതാണ് എന്ന ചോദ്യത്തിനുള്ള മുത്തക്കിയുടെ ഉത്തരം അള്ളാഹുവിൻ്റേതാണ് എന്നാണ്. അള്ളാഹു തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് തൻ്റെ കയ്യിലുള്ള സമ്പത്ത്. സമ്പത്തിൻ്റെ മേലുള്ള പരമാധികാരം തനിക്കല്ല, അള്ളാഹുവിനാണ് എന്ന വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് അവൻ്റെ മാർഗത്തിലുള്ള പണത്തിൻ്റെ വിനിയോഗം. തന്നെ അള്ളാഹു ഏൽപ്പിച്ച സമ്പത്തിൻ്റെ നിശ്ചിത ശതമാനം പാവപ്പെട്ടവന് നൽകാനായി അവൻ ഏൽപ്പിച്ചതാണ്. അതാണ് സക്കാത്ത്. അത് തൻ്റേതല്ലേയല്ല, അർഹർക്ക് നൽകാനായി അള്ളാഹു തന്നെ ഏൽപ്പിച്ചത് മാത്രമാണത്. അത് അർഹർക്ക് എത്തുമ്പോൾ മാത്രമാണ് തൻ്റെ ബാക്കി സമ്പത്ത് കൂടി സംശുദ്ധമായി തീരുക. പാവപ്പെട്ടവർക്ക് നൽകാൻ അള്ളാഹു നിർദ്ദേശിച്ചത് അവർക്ക് നൽകിക്കൊണ്ട് വിശ്വാസി അയാളുടെ സ്വത്ത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് സക്കാത്ത്. നമസ്കാരത്തെപ്പോലെ തന്നെ പ്രധാനമാണ് സക്കാത്ത്. അള്ളാഹുവിനോടുള്ള ബന്ധമാണ് നമസ്കാരമെങ്കിൽ
സക്കാത്ത് സഹജീവികളോടുള്ള കാരുണ്യം കൂടി ഉൾക്കൊള്ളുന്നതാണ്. രണ്ടും പരസ്പര പൂരകമായാണ് ഖുർആൻ കാണുന്നത്. നമസ്കാരം നിലനിർത്താൻ കൽപ്പിച്ച മിക്ക സ്ഥലങ്ങളിലും സക്കാത്ത് നൽകുവാനും ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് സ്രഷ്ടാവിനോടുള്ള ബന്ധവും സൃഷ്ടികളോടുള്ള കാരുണ്യവും പരസ്പര പൂരകമാണെന്നാണ് മുത്തക്കികൾ മനസ്സിലാക്കുക. സക്കാത്ത് നൽകിക്കഴിഞ്ഞ ശേഷവും തനിക്ക് അല്ലാഹു നൽകിയ ബാക്കിയുള്ള സമ്പത്തിൽ നിന്ന് തൻ്റെ ഇച്ഛപ്രകാരം നന്മകൾക്ക് വേണ്ടി അയാൾ ചെലവഴിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെലവഴിക്കുന്നതാണ് സ്വതക്ക. ഇവ രണ്ടും ആത്മാർത്ഥമായും ലോകമാന്യമില്ലാതെയും ചെയ്യണമെങ്കിൽ ഗൈബിലുള്ള വിശ്വാസം വേണം. അർഹരുടെയും അശരണരുടെയും ആത്മാഭിമാനത്തിന് ക്ഷതം വരാത്ത രൂപത്തിൽ സ്വത്ത് ചെലവഴിക്കുന്നവനാവും മുത്തഖി. ഗൈബിലുള്ള വിശ്വാസം അയാളെ കൂടുതൽ ചെലവഴിക്കുന്നവനാക്കും. അള്ളാഹുവിൻ്റെ ഖജനാവ് ഒരിക്കലും കാലിയാവുകയില്ലെന്നും നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് തൻ്റെ സമ്പത്തിൻ്റെ നാശത്തിനല്ല നന്മയ്ക്കാണ് വഴിവെക്കുകയെന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണിത്. അള്ളാഹു സമ്പത്ത് നൽകിയിട്ടില്ലാത്ത മുത്തഖി ഈ വചനത്തെ പ്രയോഗവൽക്കരിക്കുക എങ്ങനെയാണ്? ഇവിടെ സമ്പത്ത് എന്നല്ല പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണവർ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രസ്താവന. സ്വത്ത് മാത്രമല്ലല്ലോ അള്ളാഹു നൽകുന്നത്. ആരോഗ്യം അള്ളാഹു നൽകുന്നതാണ്. അറിവ് അള്ളാഹു നൽകുന്നതാണ്. വ്യത്യസ്തമായ പാഠവങ്ങൾ അള്ളാഹു നൽകുന്നതാണ്. സ്വാധീനം അള്ളാഹു നൽകുന്നതാണ്. അധികാരം അള്ളാഹു നൽകുന്നതാണ്. എന്താണോ അള്ളാഹു നൽകിയത് അതെല്ലാം നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവനാകും മുത്തഖി. തനിക്ക് ലഭിച്ച സമ്പത്തും സമയവും ആരോഗ്യവും അറിവും കഴിവും അധികാരവുമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഒരാൾ മുത്തഖിയാവുക. തനിക്ക് ലഭിച്ച സമ്പത്തും സമയവും ആരോഗ്യവും അറിവും കഴിവും അധികാരവുമെല്ലാം നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവനാണ് മുത്തഖി. അവനാണ് ഖുർആൻ മാർഗദർശകമാവുക. എങ്കിൽ എന്താണ് നന്മ?